ബ്രഹ്മയുഗം ആ സ്കിറ്റ് ചെയ്തത് അതെനിക്ക് തോന്നുന്നു അതിലെ റിയൽ മേക്കപ്പ് മാൻ തന്നെയല്ലേ, അതിൽ ചെയ്ത മേക്കപ്പ് മാൻ തന്നെയല്ലേ ഇതിലും ചെയ്തത്. അതും ഈ പറയുന്ന പോലെ കുറേ അധികം, കാരണം മേക്കപ്പ് അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. അതിലും കുറെ കമന്റ്സുകൾ, നെഗറ്റീവ് കമന്റ്സും നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട്. അതോടൊരു അവാർഡ്സിന് ഞാൻ ചെയ്തതാണ്. അതെന്താ നമുക്ക് അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന സാധനം പെട്ടെന്ന് തന്നെ ചെയ്യുമ്പോൾ റിയാക്ഷൻ റീക്രിയേറ്റ് ചെയ്യുമ്പോഴതാണ്. പക്ഷെ അത് ഇവരെല്ലാം കൂടി പറഞ്ഞിട്ടാണ് എന്നെ ചെയ്യിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ചെയ്യണോ. അപ്പൊ ഈ അമ്മയിലുള്ള എല്ലാ മെമ്പേഴ്സും കൂടി, ഇടവേള ബാബു ഉൾപ്പെടെയുള്ള എൻ്റെ ഡയറക്ടറും മനോരമയുടെ ആൾക്കാരെല്ലാവരും പറഞ്ഞു ചെയ്യണം. ഞാൻ പറഞ്ഞു ഇത്രയും നന്നായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ അത് പൊളിറ്റിക്കൽ സെറ്റയർ ആയതുകൊണ്ട് ഭയങ്കര ആക്രമണം ഉണ്ടായി ഗവൺമെന്റിനെതിരെ. ഇവിടുത്തെ സിറ്റുവേഷൻ ഇതിനെതിരെയുള്ളതായിരുന്നു. പിന്നെ അത് അങ്ങനത്തെ ഒരു സാധനം ആയതുകൊണ്ട് പക്ഷേ എനിക്കത് ഭയങ്കര മൈലേജ് കിട്ടി. ഒരുപാട് സ്ഥലത്തുനിന്ന് പലരും വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഇപ്പൊ ഈ നെഗറ്റീവ്സ് പറയുന്ന അല്ല, എനിക്ക് മമ്മൂക്കിനെ മാത്രം നോക്കിയാൽ മതി. അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ കണ്ടു. ചില സമയത്ത് ഈ നെഗറ്റീവും അതൊരു പബ്ലിസിറ്റി, അതാണ് നമ്മൾ ഓർഗാനിക്കായിട്ട് വളരും. നമുക്കിപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ നെഗറ്റീവാണ് വരുന്നതെന്നും പറഞ്ഞ് ഞാനെല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, എപ്പോഴും ശല്യപ്പെടുത്താറില്ല ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞ് പക്ഷേ മമ്മൂക്കയുടെ ഒപ്പം ഒരു ഫോട്ടോ ഞാൻ ഷെയർ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു തമ്പൊക്കെ വരുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഷെയർ ചെയ്യണം, കോൾ വിഷ്ണു, അത്രയും വരുള്ളൂ, ബാക്കി അവർ ഡീൽ ചെയ്തോളൂ. അപ്പോൾ ഞാൻ അനുകരിക്കുമ്പോൾ അനുകരിക്കപ്പെടുന്നവർ വേദനിക്കുന്നുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാറുണ്ട്. അവര് ഹാപ്പിയാണ്. ചെയ്തില്ലെങ്കിൽ നമ്മൾ ചോദിക്കും എന്താണ് നമ്മളൊന്നും ഉണ്ടായിരുന്നില്ല ഈ പ്രാവശ്യം ചോദിക്കും. പക്ഷെ ഞാനിപ്പോ അതിന് റോയൽറ്റിയൊക്കെ വന്നിട്ടുണ്ടല്ലോ, ചെയ്ത് കഴിഞ്ഞാൽ ജയിലിൽ പോകും. അപ്പൊ അതിന്റെ അടിയിൽ എനിക്കാണ് ടിനി ടോമിന് പണി കിട്ടി. അപ്പൊ അതൊക്കെ നല്ലതാണ്, നമ്മുടെ പേരാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളാരും ഉപദ്രവിച്ചിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല, വേറെ കേസുകളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ അത് അന്ന് വരും, അന്ന് പിറ്റേ ദിവസം പോകും. പിന്നെ ഇപ്പൊ നമ്മൾ ബാഡ് ബോയ്സ് ആണ് പറയുന്നത്. ഇന്നിപ്പോ അതിനെ കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മളൊന്നും ഹോണ്ട് ചെയ്യുന്നില്ല, അത് അപ്പം തന്നെ വിട്ടുകളയുന്നുള്ളൂ. അപ്പം ടിനി ആണെങ്കിൽ ഒരുപാട് ഞാൻ ഞങ്ങളുടെ മാനേജറോട് പറയുകയും ചെയ്തു, ടിനി ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രൊഫഷൻ കൺട്രോളർ ആക്കും. അപ്പൊ അതുപോലെ എല്ലാവരും നമ്മൾ വിളിക്കുമ്പോൾ വന്നിട്ട് വേറെ സിനിമകൾക്കൊന്നും അങ്ങനെ എല്ലാവരും നമുക്ക് വേണ്ടി അവൈലബിൾ ആവണമെന്നില്ല. പക്ഷെ ഇവർക്ക് സ്വന്തമായിട്ട് ആ ഒരു ഫീൽ ഈ ഒരു സിനിമയോട് ഉണ്ട്. ഉള്ളിൽ നിന്ന് വരുമ്പോഴാണല്ലോ എനിക്കും തോന്നിയിട്ടുണ്ട്. എനിക്ക് ഷൂട്ടിംഗ് തീരണ്ടെന്നുള്ളതായിരുന്നു. കാരണം പാക്കപ്പിന്റെ അന്ന് വിഷമിച്ചാണായിരിക്കുമല്ലോ. ഇല്ല, വിഷമങ്ങൾ പിന്നെ കാണാനല്ലോ, പിന്നെ കാണുന്നവരാണ്. പക്ഷെ റഹ്മാൻ സാർ നമുക്ക് മിസ്സാവും. പുള്ളി ചെന്നൈക്ക് പോയി കളയല്ലോ അത് കഴിഞ്ഞ്. അതെ. അപ്പൊ നമ്മുടെ ഇവിടെ വെയിലും മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സെറ്റില് ഇത്രയും എൻജോയ് ചെയ്ത് വേറെ സെറ്റ് ഫൺ. കാരണം അത് ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ വളരെ സീരിയസ്, നമ്മൾ പല ഇന്റർവ്യൂ ഇരുന്നിട്ടുണ്ട്. ഒരു പോലീസ് ഓഫീസർ അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയിരുന്നു, ഭയങ്കര സീരിയസ് ടൈപ്പില്. ഇത് പിന്നെ ഒന്നുമില്ല, ലീവ് യുവർ ബ്രെയിൻസ് ബിഹൈൻഡ് എന്ന് അഭിനയിക്കുക അവിടെ. അപ്പം ഇവിടെ ഡെയിലി ഇവരൊക്കെയാണ് ഞാൻ കാണുന്നത് സെറ്റില്. ടിനിയുടെ തമാശകള്, സെന്തിന്റെ തമാശകള്, ബിബിൻ, ആൻസൺ പോൾ, ഇങ്ങനെ ഒരു, പിന്നെ രമേശ് പിഷാരടി വരുന്നു, പുള്ളിയുടെ ഭാഗമായിട്ട് ഒരുപാട് തമാശകള്. ഏൽക്കാത്ത തമാശകള് ഇട്ട് നിറയ്ക്കുന്ന ഒരു കുഴിയുണ്ട് ഞങ്ങളവിടെ. അപ്പൊ ആ കുഴി നിറഞ്ഞ അവസാനം സിനിമ പകുതിയായപ്പോ തന്നെ ആ കുഴി. തമാശകള് നമ്മള് തമാശകൾ പറയുന്നു, പക്ഷെ ഇവര് പറയുന്നത് അനുസരിച്ച് ബിറ്റ് പടത്തിൽ ഇത് ഇടാൻ വേണ്ടിട്ട് സജഷൻസ്, ഓരോ സജഷൻസ് പറയും. ഏക്കാത്ത സജഷൻസ് നേരെ പറയുന്നത് അത് നമ്മൾ വരുന്ന എല്ലാ ആർട്ടിസ്റ്റും പറയുന്നുണ്ട്, കുഴിയിൽ പോകുന്നുണ്ട്. എനിക്ക് ഈ സിനിമയ്ക്ക് ഫീൽ ചെയ്ത് നമ്മുടെ പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെ നമ്മൾ അതിനോട് ആത്മാർത്ഥമായിട്ട് അതിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളൊരു കാര്യം അത് നടത്തി തരാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സക്സസിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ. അപ്പം എനിക്ക് ഈ ഒരു സിനിമയിൽ എനിക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. ദർ ഈസ് സംതിങ്, എന്തോ ഒരു വൈബ്, എല്ലാവരും ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ കൂടെ. എനിക്ക് ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യണത് എനിക്ക് എൻ്റെ വീട്ടിലെ ആൾക്കാർ നിൽക്കുന്ന ഫീലാണ് എനിക്ക്. അതാണ് ഞാൻ പറഞ്ഞ, എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, ഡോണ്ട് സീ മീ ആസ് എ പ്രൊഡ്യൂസർ. എനിക്ക് ഇവരെല്ലാം എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഈ സിനിമയ്ക്ക് നിൽക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്, ഓമറിൻ്റെ കൂടെയും ഞങ്ങളുടെ കൂടെയും എല്ലാം. സോ ഇറ്റ് വിൽ വർക്ക് ഔട്ട് അങ്ങനെ തോന്നുന്നു. എനിക്കൊന്ന് ഈ മൂവിയുടെ ഓരോ അപ്ഡേറ്റ്സിന് ഇടയ്ക്ക് നിങ്ങൾ ഇത്തിരി തളർന്നു പോയല്ലോ, തുടങ്ങിയപ്പോ ഇതിങ്ങനെ ഇങ്ങനെ കേട്ട് വരുമല്ലേ. ഇതിന്റെ ഓരോ ഇതിന്റെ ടൈമിലും റഹ്മാനക്കയുടെ ലുക്ക് വൈസ് ഒക്കെ നോക്കുമ്പോൾ അത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും. മമ്മൂക്കയുടെ ടോബോയുടെ ലുക്ക് അല്ലെങ്കിൽ ആ ഒരു ലുക്ക്. അപ്പം ഇങ്ങനെയുള്ള കമന്റ്സുകളും അല്ലെങ്കിൽ കുറേ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ എന്ന് ചോദിക്കുമ്പോൾ How do you feel? I feel good because at the end of the day മമ്മൂക്കിനെ വെച്ചാണല്ലോ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആർക്കാണ് ഇത് ഇഷ്ടമില്ലാത്തത്? ഐ എം ഓൾസോ എ ഗ്രേറ്റ് ഫാൻ. പിന്നെ ഈ ലുക്ക് എന്ന് പറയുന്നത്, ഈ ഹെയർ കട്ടും ആ താടിയൊക്കെ, ഞാൻ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ കഥയ്ക്ക്, ഈ ക്യാരക്ടർക്ക് വേണ്ടിയാണ് ഞാൻ എന്തെങ്കിലും ഒരു
ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ ചെന്നൈയിൽ തന്നെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഗ്രാൻഡ് സനെ കണ്ടിട്ട് അവൻ്റെ അപ്പോൾ ഹെയർ കട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോൾ അവൻ ശരിക്കും ഇരിക്കാത്തതുകൊണ്ട് ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി മുടി ഒന്ന് അങ്ങനെയൊക്കെ ആയി. എനിക്കത് ഇഷ്ടപ്പെട്ടു ആ സ്റ്റൈലിൽ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എൻ്റെയും കട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ താടി വളർത്തി. പക്ഷേ ഒരു നമ്മുടെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ് മമ്മൂക്കയുടെ ഫോട്ടോ ഞാൻ കാണുന്നത് പിച്ചാക്കയുടെ. അപ്പം അതിലും ഇതേപോലെ ടെർബോ ലുക്ക് ഇത് ആരോ പറഞ്ഞു. പിന്നെ ടിനി ഇട്ടപ്പോഴാണ് അതിങ്ങനെ ഭയങ്കര സ്പ്രെഡ് ഫോട്ടോ വൈറലായി. പിന്നെ അങ്ങ് പേജുകൾ ടെർബോ ലുക്ക് റിയൽ ബ്രദർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലരും വിചാരിച്ചു ഞാൻ ആ പടത്തിൽ അഭിനയിക്കാൻ ഐ മീൻ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വരാമെന്നൊക്കെ പലരും വിചാരിച്ചു. കാരണം ആ ടൈമിൽ വൈറലായത്. അതെ, എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി അടിയൊഴുക്ക് മൂവിയിൽ നമുക്ക് ഇങ്ങനെ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, എനിക്കൊന്ന് ആ കടപ്പുറത്ത് ഇത് കൊണ്ടിട്ട് ഇങ്ങനെ എടുത്തോണ്ട് പോകുന്നൊരു ഇതുണ്ടല്ലോ, ആ ഒരു സീൻ ആക്ച്വലി ഓഫ് കോഴ്സ് റഹ്മാനയ്ക്ക് മമ്മൂക്കയാണ് എന്നുള്ളൊരു ഇതുമുണ്ട്. പക്ഷെ ബ്രദർ എടുക്കുന്നു. ആ സീനിൽ എന്തെങ്കിലും ഒരു മൊമെന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. ആ ഒരു ആ സീനില് ഒന്നല്ല, ഞാൻ എപ്പോഴും ഇച്ചക്കിനെ ഒരു വലിയൊരു ജ്യേഷ്ഠൻ ഇതിലാണ് ഞാൻ കാണുന്നത് പുള്ളിയെ. കാരണം എൻ്റെ ആദ്യ സിനിമ തൊട്ട് എൻ്റെ മിക്ക എല്ലാ സിനിമകളും ഞാൻ മമ്മൂക്ക് ഒരുമിച്ചായിരുന്നു. ജ്യേഷ്ഠൻ അഞ്ചന്മാർ ആയിട്ട് ആണ്. ചിലപ്പോൾ അച്ഛന്ന് വിളിക്കും, ചിലപ്പോൾ ചേട്ടന്ന് വിളിക്കും, ചിലപ്പോൾ ഇക്കെന്ന് വിളിക്കും, കഥാപാത്രങ്ങൾ മാറുന്നതനുസരിച്ച്. സോ അങ്ങനെ വളർന്നാണ്. അതും എൻ്റെ ഇളം പ്രായത്തിൽ ലൈക്ക് 17, 18 അങ്ങനെ. സോ അത് എവിടെയോ എനിക്കൊരു ബ്രദർ ഇല്ല ജ്യേഷ്ഠന്. ആ സ്ഥാനത്ത് ഇപ്പോഴും ഞാൻ പുള്ളി അങ്ങനെയാണ് കാണുന്നത്. പുള്ളിക്ക് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അനിയനായിട്ട്. പക്ഷെ ഫോർ മീ ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. അടിപൊളി. അത് ഒരു തരം റെസ്പെക്റ്റ് ആണ്. അങ്ങനെ ആയി വന്നതാണ്. ആൾക്കാർക്ക് അത് അല്ലാണ്ട് വേറെ ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാനും പറ്റും. ഒരുപാട് കഥാപാത്രങ്ങൾ അങ്ങനെയാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര ഫ്രീ. പുള്ളിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഒന്നും പേടിക്കാനില്ല. ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. അപ്പൊ എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു, എങ്ങനെയായിരിക്കും ഇക്ക ഞങ്ങളോടൊപ്പം എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള സിങ്ക് ആവും, അല്ലെങ്കിൽ നമുക്കൊരു ട്രബിൾ ഇല്ലെങ്കിലും നമുക്ക് അങ്ങോട്ട് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഇക്ക വന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ കൂടെ കൂടി നമ്മള് അയ്യോ ഞങ്ങളൊക്കെ അലമ്പായിക്ക. അയ്യോ ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത് മാത്രമല്ല ആ കാലത്ത് എനിക്ക് തോന്നുന്നു മുകേഷനാണോ പറഞ്ഞത് ഓർമ്മയില്ല, ആ ടൈമിൽ റൊമാൻസും ഡാൻസും എല്ലാം കൂടെ ചെയ്യുന്ന ഒരു നടൻ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പം മുകേഷനാണ് പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരുന്ന നടന്മാരിൽ വളരെ വിരളമായ ഒരു നടനാണ് റഹ്മാനിക്ക എന്നുള്ളത്. അപ്പം ഈ എന്നിട്ട് ആ സൗന്ദര്യം, അന്നത്തെ ആ സൗന്ദര്യം ഇപ്പോഴും അതിന്റെ 100 മടങ്ങ് കൂടിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഒരു ബിരിയാണി അല്ല അതിന്റെ അല്ല അങ്ങനെ കൂടാനുള്ള കാര്യം സെക്കൻഡ് പാർട്ടിലുണ്ട് നീ. അല്ല അത് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക അങ്ങനെ ഗ്ലാമർ എല്ലാരും ചോദിക്കും ഇക്കയോട് എന്താണ് ഇപ്പോഴും ആ സൗന്ദര്യം. അത് വേറെ ഒന്നുമല്ല കേട്ടോ, ഇക്കയ്ക്ക് മനസ്സിൽ ഫ്രീ, എപ്പോഴും ടെൻഷനൊന്നുമില്ല, ഭയങ്കര ഫ്രീ ആയിട്ട് കുഞ്ഞു പിള്ളേരുടെ മനസ്സാണ് ഇക്കയ്ക്ക്. ഈ ഡയലോഗ് വലിയ ഡയലോഗ് കൊടുക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ടെൻഷൻ, അല്ലാതെ ഭയങ്കര ഹാപ്പിയാണ്. ആ കുഞ്ഞു പിള്ളേരുടെ സ്വഭാവമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സെറ്റില് ഫ്രീ ടൈമില് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇത് നമ്മളിപ്പോ ലുഡോ ഒക്കെ കളിക്കും. ഞങ്ങൾ ഇപ്പൊ ഇക്ക ഫ്രീ ആകുമ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് ലുഡോ കളിക്കും. ഈ ലുഡോ കളിക്കുമ്പോൾ എങ്ങാനും ഇക്കയെ വെട്ടിയാൽ ഉടനെ തന്നെ റൈറ്ററെ വിളിച്ച് പറയും സെന്തിലിന്റെ 2 കൗണ്ടർ അങ്ങ് വെട്ടിയിരിക്കുന്നു. അങ്ങനെ എത്ര പോയി കൗണ്ടർ